ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാട്ടാ. ഒന്നും പറയണ്ട, വയസ്സായില്ലെന്ന് വെച്ച് ഒഴിവാക്കാൻ വിട്ടതാ. പക്ഷെ ആഴ്ചക്ക് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വിവാദ പ്രസ്താവനകളും പച്ച വർഗീയതയും പറയുമ്പോൾ ഇടക്കെങ്കിലും അയാൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രതികരിച്ചു പോകുന്നതാണ്. സാധാരണ ഈ വെള്ളാപ്പള്ളിന്റെ സ്ഥാനത്ത് ആഴ്ചക്ക് വന്നിട്ട് പച്ച വർഗീയത പറല് നമ്മളെ പൂഞ്ഞാലിലെ പി സി ജോർജാണ്. പി സി ജോർജിനെ കോടതി പിടിച്ച് കൊടഞ്ഞ് കഴിഞ്ഞ ശേഷം ഇപ്പൊ മൂപ്പർക്ക് ഒന്നും പുറത്തു വന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പച്ച വർഗീയത കക്കൂസിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുസ്ലിങ്ങളെ തെറി വിളിക്കലാന്ന്. എന്നാലും പുറത്തു വരാത്തോണ്ട് കേരളത്തിലെ മനുഷ്യന്മാർക്ക് കുറച്ച് സമാധാനമുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പി സി ജോർജിന്റെ ഒഴിവ് നികത്താൻ വേണ്ടി ഈ വെള്ളാപ്പള്ളി നടേശൻ ആഴ്ചക്ക് ഇങ്ങനെ വന്നിട്ട് പച്ച വർഗീയതയേക്കാൾ ഏറ്റവും വലിയ രസം പൊട്ടത്തരവും പച്ചക്കള്ളവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ പണി മാത്രം ചെയ്തിട്ട് ശ്രീനാരായണ ഗുരുവിന് ഇതുപോലെ അപമാനിക്കുന്ന ഒരു സാധനം SNDP നേതാവായി ഇരിക്കുമെന്ന് പറഞ്ഞാൽ അതന്നെ ഒരു വിരോധാഭാസാട്ടാ. നമുക്കെന്തായാലും എന്താണ് ഇന്ന് വന്നിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദി പറഞ്ഞെന്ന് കേട്ടിട്ട് വരാം. വാ. നമ്മൾ ഇന്നും 10 സെന്റും കുടിയോടൊപ്പം പൂന്നവില്ലും എല്ലാം ഇവിടെ വന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ജന്മിയായി. ആ ജന്മിയായി നമ്മളോടൊപ്പം അന്ന് 10 സെന്റ് കിട്ടിയ ന്യൂനപക്ഷങ്ങളുണ്ട്. അവരെവിടെ എത്തി? നമ്മളെവിടെ കിടക്കുന്നു? അന്ന് നമ്മളോടൊപ്പം ഭൂമി കിട്ടി ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട് 10 സെന്റ്. ഇന്നും നമ്മൾ 10 സെന്റ് കിടക്കുന്നു. ആ 10 സെന്റ് 3 സെന്റ് മകളെ കല്യാണം കഴിക്കാൻ വിറ്റ് 4 സെന്റിൽ ഒരു മകളെയും കൊണ്ട് താമസിപ്പിച്ച് മരുമകളെയും താമസിച്ച് അടുത്ത 4 സെന്റിൽ താമസിക്കുകയാണ് അച്ഛനും അമ്മയും കൂടെ അടുത്ത് ഇതുകൂടെ വിൽക്കാൻ. 4 സെന്റിന്റെ കഥ പറഞ്ഞ ഈ ചങ്ങായി ഉണ്ടല്ല, ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലത്ത് വലിയ കൊട്ടാരം പോലത്തെ വീട് പണിതിട്ട് അതിൽ 100 സെന്റില് കക്കൂസ് പണിത് വെച്ച മഹാനാണ് ഈ 4 സെന്റ് മാത്രമുള്ള പാവം ഈഴവനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇയാള് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഇയാളെ പോലത്തവനെല്ലാം നമ്പിയിട്ട് ഇയാളെ കൂടെ നിൽക്കുന്ന ടീമുണ്ടല്ല, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ആ പാവപ്പെട്ട ഈഴവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവരെ എഴുതിയെടുത്തിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ഈഴവന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ട് കുറച്ചൊന്നല്ലട തൊലിക്കെട്ടി വേണ്ടത്, കാണ്ടാമൃഗം തോറ്റുപോന്നെ നാണിച്ചു പോകുന്ന തൊലിക്കെട്ടി വേണം. കേട്ടാ വെള്ളാപ്പള്ളി നടേശ, നമുക്ക് നടേശന്റെ അടുത്ത മൊഴിമുത്തുകളിലേക്ക് കടക്കാൻ പോകാം. പക്ഷെ അടുത്തൊരു സ്ഥലം പോലും മേടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ ന്യൂനപക്ഷ സമുദായങ്ങൾ സർക്കാരിന്റെ സ്വാധീനം ചെലുത്തി അവർക്ക് വേണ്ടി പാർട്ടി ഉണ്ടാക്കി അവരെല്ലാം എവിടെ വേണം നിർത്തി. എവിടെ എത്തിയവരെല്ലാം നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇതെല്ലാം പറയുമ്പോൾ ജാതി പറഞ്ഞു എന്ന് പറയും. ജാതി പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ പാർട്ടി ഉണ്ടാക്കിയത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം ലീഗ് എന്ന മുസ്ലിം കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലാ പാർട്ടികളും വീശി കൊടുക്കുകയാണ്. ഈ രാജ്യത്ത് സമ്പത്ത് അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങളൊന്നാലോചിക്കണം, ഈ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 3 വരുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് 3000 കോടിയോളം വരും. പങ്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടി? നമുക്ക് 370 സ്കൂളാണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന് 7000 മേലുണ്ട്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് ഭരണത്തിൽ വന്നു ശേഷം അവരെല്ലാം ഒപ്പിട്ടെടുത്തത് 4200 സ്കൂളാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ കോളേജുകളാ. അപ്പോഴെല്ലാം നമ്മളെവിടെ കിടക്കുന്നു? ഈ നമ്മളെന്ന് പറഞ്ഞ ഈഴവന് ഇങ്ങനെ കിടക്കേണ്ട അവസ്ഥ ആരെ ഉണ്ടാക്കി വെച്ചത്? പണ്ട് സ്കൂള് വേണമെന്ന് വെച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? നമുക്ക് സ്കൂള് വേണ്ടാന്ന്. മുസ്ലിങ്ങളും ക്രൈസ്തവരും എന്ത് പറഞ്ഞ്? അവർക്ക് സ്കൂള് മതി എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നിങ്ങൾക്ക് കള്ള് ഷാപ്പും ബാറും മതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് അത് വിറ്റ് കാശ് മാത്രം ഉണ്ടാക്കുന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഈഴവം വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ നല്ല ജോലി നേടുകയും ഉള്ളതല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിനും നിങ്ങളെ കൂടെയുള്ളവർക്കും പൈസ ഉണ്ടാക്കുക, ആ ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ മുസ്ലിങ്ങളും ക്രൈസ്തവരും അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തിട്ട് അതിലൂടെ അവരുടെ സമുദായത്തിനും അതുമാത്രമല്ല ഈഴവരടക്കമുള്ള ഹിന്ദു സമുദായത്തിനും വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്ന പരിപാടി അവരെടുക്കുന്നത്. നിങ്ങൾ വന്നിട്ട് അവരെ കുറ്റം പറയാ, അവരെ ചീത്ത പറയാന്നല്ലാണ്ട് സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വരുന്ന ഈഴവന്റെ എടുക്കുന്ന എത്ര പൈസ നിങ്ങൾ വാങ്ങുന്നുണ്ട്? ഒരു ജോലി കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് തരണം? എന്നിട്ടല്ലേ നിങ്ങൾ ഈഴവന് പോലും ജോലി കൊടുക്കുന്നുള്ളൂ? എന്നിട്ടല്ലേ ഇമാര് ഡയലോഗുകൾ അടിക്കുന്നു? അതൊക്കെ ഇപ്പൊ ഈഴവന് മനസ്സിലായി. ഇതുവരെ അപ്പനും മോനും സുഭദ്രയും കൂടി ട്രസ്റ്റ് ആക്കിയിട്ട് മൊത്തം അടിച്ചു മാറ്റുന്നതാണെന്ന് ഇപ്പൊ ഈഴവന്മാർക്ക് മനസ്സിലായതോട് കൂടി പ്ലേറ്റെങ്ക് മാറ്റിയിട്ട് വർഗീയത കത്തിക്കാൻ തുടങ്ങി. നമുക്കൊന്നും കിട്ടിയില്ലേ, കിട്ടിയതെച്ചും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കാന്നും പറഞ്ഞിട്ട് കിട്ടേണ്ട സമയത്ത് വാങ്ങേണ്ട സമയത്ത് കള്ള് ഷാപ്പും ബാറും വാങ്ങിയിട്ട് മൊത്തമായിട്ട് കോടാനുകോടി ഉറുപ്പ്യന്റെ ആസ്തി ഉണ്ടാക്കി അച്ഛനും മോനും മാത്രം. പിന്നെ കണ്ടില്ല ഇയാൾക്കല്
ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയാണ്ടല്ലോ ജീവിക്കാൻ പറ്റില്ല. ഇതുപോലത്തെ ടീമിനെ ഞാൻ കണ്ടത് സംഘപരിവാറിനും ക്രിസംഗിക്കുമാണ്. ഇവർക്ക് രണ്ടാക്കാണ് മുസ്ലിം എന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ശ്വാസം കിട്ടൂല. അതേ സെയിം സാധനമായി മാറി നമ്മളെ വെള്ളാപ്പള്ളി നടേശനും. ഭക്ഷണം ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ മുസ്ലിം എന്ന് മറ്റേ അവർക്കെതിരെ ഇങ്ങനെ വർഗീയ ആരോപണം നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഒന്നും വേണ്ട, സന്തോഷമായി കിടന്നുറങ്ങാം. നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകാൻ അവസരങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി തന്നോ? നമ്മളെല്ലാം വോട്ടുകുത്തിയ യന്ത്രങ്ങളായി മാറി. മറ്റുള്ളവരെല്ലാം അധികാരത്തിന്റെ അകത്തിറങ്ങി കയറിക്കൊണ്ട് സ്വന്തം സമുദായത്തെ വളർത്താനും ഉയർത്താനുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി അവർ സ്വന്തം സമുദായത്തെയാണ് വളർത്തിയത്. കേരള കോൺഗ്രസിന് ജനകീയ അടിത്തറ ഏതാണ്? അവരാരാണ് വളർത്തുന്നത്? നമ്മളാരെങ്കിലും വളർത്തിയ ചരിത്രമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും വളർത്തിയ ചരിത്രമുണ്ടോ വെള്ളാപ്പള്ളി നടേശ? നിങ്ങൾ വളർത്തിയിട്ടുണ്ട്. നിങ്ങളെ മക്കളെയും നിങ്ങളെ കുടുംബക്കാരെയും നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് റാൻ മൂളുന്ന കുറച്ച് ഗുണ്ടകളെയും മാത്രം നിങ്ങൾ വളർത്തിയിട്ടുണ്ട്. വേറെ ആരെയാണ് നിങ്ങൾ വളർത്തിയത്? എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ചോദിക്കുന്നുണ്ടല്ലോ, ആരാ വളർത്തിയെന്ന്. നിങ്ങൾ ആരെയാന്ന് വളർത്തിയത്? അതൊന്നും പറ. സ്വന്തം സമുദായത്തിനെ വളർത്തേണ്ട അവസരം ഉണ്ടായിട്ട് ആ സമുദായത്തിനെ വളർത്താണ്ട് ആ സമുദായത്തിനെ വഞ്ചിച്ചിട്ട് കള്ളുഷാപ്പും ബാറും തുടങ്ങിയിട്ട് അതിലൂടെ കൊട്ടാരം പണിതിട്ട് സ്വയം വളർന്നിട്ട് സ്വയം ആകാശം മുട്ടെ വളർന്നു. എങ്ങനെ? വിവരം കൊണ്ടല്ലട്ടാ, പണം കൊണ്ട് മാത്രം ആകാശം മുട്ടെ വളർന്നിട്ട് ചോദിക്കുന്നു നമ്മളെ സമുദായത്തിന് ആരാ വളർത്തിയ, എന്താ ചെയ്തെന്ന്. നിങ്ങൾക്ക് വളർത്താൻ പറ്റുമായിരുന്നു, പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈഴവ സമുദായം എന്ന് പറയാൻ പോലും യോഗ്യതയില്ല വെള്ളാപ്പള്ളി നടേശ. ഇതെല്ലാം പറയുമ്പോഴാണ് ഞാൻ ജാതിവാദിയാണ്. ജാതിയും മതവും വർണ്ണവും വർഗവും ഇവിടെ ഉണ്ട്. ഈ ജാതിയും മതവും വർണ്ണവും ഇവിടെ നിലനിൽക്കുമ്പോൾ പോലും നമ്മളെല്ലാം ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്തേന്. ഈ സോദരൻ വിളിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. പക്ഷെ സോദര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ ആശ്രയിക്കാനും നമ്മുടെ കണ്ണീരൊപ്പാനും ഒരു സോദരനും കാണുന്നില്ല. നിങ്ങൾ നല്ലവനായിരുന്നെങ്കിൽ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ, നിങ്ങൾ നല്ലവനായിരുന്നെങ്കിൽ പുറത്തുള്ള ഒരു സഹോദരനും ഈഴവനെ സഹായിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു ഇവിടെയുള്ള പാവപ്പെട്ട ഈഴവനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എവിടെ അതിന് സമയം? നിങ്ങൾക്ക് കള്ളും റാണ്ടിയും വിറ്റ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. അതിലൂടെ നിങ്ങളെ കുടുംബവും നിങ്ങളെ മക്കളും നിങ്ങൾക്ക് റാൻ മൂളുന്നവരും നല്ല ലെവലിലെത്തണം. അത് മാത്രമായിരുന്നു നിങ്ങളെ ചിന്ത. നിങ്ങളുടെ വലം കൈയായിരുന്ന നിങ്ങളെ സഹോദരനെ പോലെ സ്നേഹിച്ച ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ നിങ്ങളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് എന്റെ ഒരു ധാരണ. അങ്ങനെ നിങ്ങളെ സഹോദരനെ പോലുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യപ്പെടേണ്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹോദര സ്നേഹത്തെ പറ്റി പറയും യാതൊരു അധികാരവും ഇല്ല. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന് ഒരു 10 മിനിറ്റ് ഭൂമിയിൽ അവതരിക്കാൻ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഏക പ്രവൃത്തി ഈ വെള്ളാപ്പള്ളി നടേശന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കലായിരിക്കും. സത്യം, ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കും. ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ വേണ്ടെന്ന് പറഞ്ഞത്, മദ്യവും വേണ്ട ജാതിയും വേണ്ട എന്ന് പറഞ്ഞത്, അത് മാത്രം കച്ചവടം നടത്തി ഇതുപോലെ സ്വന്തം സമുദായത്തെ ഒറ്റിയിട്ട് കോടീശ്വരനായി വന്നു നിന്നിട്ട് ചാകാനായി കുഴിയിൽ കാലെടുത്ത് വെച്ച സമയത്ത് പോകുന്ന പോക്കില്, ചത്തിട്ടങ്ങ് പോകാൻ പോകുന്ന പോക്കില് ഇതുമാതിരി പച്ച വർഗീയത പറഞ്ഞ് ഈ നാട് മുടിപ്പിക്കാനാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയുടെ ശ്രമം. അതുകൊണ്ടാണ് സംഘികളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ സ്വന്തം സമുദായത്തെ ചതിക്കുന്നട്ടാ. സ്വന്തം സമുദായത്തെ ചതിച്ച ഒരാൾ വന്നിട്ട് വേറൊരു മതത്തെ പറ്റി കുറ്റം പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ വർഗീയത പറഞ്ഞാലും എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നിങ്ങളെ കൂടെയുള്ള ഈഴവരടക്കം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.